ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോണേ. ഇപ്പൊ നമ്മള് എവിടേക്ക് പോണേ? അതാ കാരിക്കുറ്റിക്കല്ലേ, നമ്മള് സിനിമയ്ക്ക് പോവാണ്. നമ്മളിപ്പോ സിനിമ കണ്ടിട്ട് ഏകദേശം കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. സത്യത്തിൽ അങ്ങനെയാണ്, പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അപ്പൊ പിള്ളേരുണ്ടായി കഴിഞ്ഞ പിന്നെ നമ്മൾ പോവാൻ മടിയായിരുന്നു. പിന്നെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞാലും വേണ്ട അങ്ങനെ പറയാറില്ല. അതിപ്പോ ഇപ്പൊ എന്തായാലും ഒരു സിനിമയ്ക്ക് പോവാ. വാഴ 2 കാണാനാ പോണേ. അതിനെക്കുറിച്ച് ഭയങ്കര നല്ല റിവ്യൂസ് കാണുന്നുണ്ട്. അപ്പൊ നല്ല സിനിമയായിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ പോവാണ്. ചാലക്കുടിയിലേക്ക് പോണേ. ഇവരെന്താക്കും എന്നുള്ളത് എനിക്കറിയില്ല. അബ്രു അലമ്പുണ്ടാക്കോ, ചിലപ്പോ പുറത്തായിരിക്കും നിക്കണ്ടാവാ, സിനിമ കാണലുണ്ടാവില്ല. ആദ്യത്തിനെ കൊണ്ട് അലമ്പുണ്ടാവില്ല എന്ന് വിചാരിക്കണ്. അറിയില്ല എന്താക്കുന്നു. എന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒന്നും പറ്റില്ലെങ്കിൽ പുറത്ത് ഇറങ്ങിയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോരാം. അതത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് ട്രൈ ആണ്. അപ്പൊ പോയിട്ട് വരാട്ടാ. സിനിമയ്ക്ക് വന്നു പറഞ്ഞേ എടുക്കണ്ട. അവൻ മഞ്ഞില്ലേ വാലടച്ചു. അവനെ കൊണ്ടുപോണ്ട അവിടെ നിക്കട്ടെ. അമ്മാമോട് പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ചപ്പോ അമ്മാമ പറഞ്ഞു AC-ല് അല്ല. അമ്മാമോട് പറഞ്ഞേ വരണ്ട, ഇവിടെ നിന്നാ മതി, ഇവിടെ കള്ളന്മാര് വരാൻ സാധ്യതയുണ്ട്. വീട് കാവലിന് നിർത്തിയേക്കണ. അത് ഇവിടുത്തെ അമ്മാമേനെയും അവിടുത്തെ അമ്മാമോട് ഇങ്ങനെ നീ പറയണം. നമ്മളിതേ തിയേറ്ററിൽ എത്തിയിട്ടാ. ഇവിടെ എത്തിയിട്ടുള്ളൂ. വണ്ടി പാർക്ക് ചെയ്തോ, എല്ലാവരും എത്തിന്നോനെ. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അതുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, പുറത്തിറങ്ങിക്കാം. പക്ഷെ നമ്മൾ വിചാരിച്ചു നമ്മൾ നേരം വൈകിന്നു. ഓൾറെഡി എത്ര മണി സമയം? 9:49, 10 മണിക്ക് ഷോ എന്ന് പറഞ്ഞ. ഇവിടെ വന്നപ്പോ സാധനം തുടങ്ങിയിട്ട് ആൾക്കാർ ഇന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല. എന്തായാലും ഒടുക്കത്തെ തിരക്കും പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തന്നുവിട്ടിരിക്കുക. പുതിയ അത് ആദ്യമായിട്ടാണ് അതും പോണത്. സിനിമ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഏകദേശം 12:45, 1 മണി ആവാറായിട്ടാ. പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് വാശിയും പിടിക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല. നമ്മൾ ചെന്നപ്പോ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ നിറച്ച ആൾക്കാരായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അബ്രു തുടക്കത്തിൽ കുറച്ചു നേരം ഞാൻ താക്കോലി സാധനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പിടിച്ചിരുത്തി. ഒന്ന് കരഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഉറക്കാൻ കിടത്തിയ ആള് ഇങ്ങനെ തല ഉയർത്തി എല്ലാവരും നോക്കണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങില്ലെന്ന്. കണ്ട് ഞാൻ അകത്ത് തന്നെ ഇരുത്തി കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവൻ ഓക്കെ കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചു. അവൻ കിടന്ന് ഉറങ്ങി. പിന്നെ അവൻ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ പിന്നെ അവൻ എനിറ്റുള്ളൂ. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ അവൻ കളി തുടങ്ങി. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് എന്റെ കിടന്നുറങ്ങി. ആദത്തിന്റെ കാര്യമാണെങ്കിൽ ആദം ചെന്നപ്പോ ഒരു പുതിയ ആദ്യമായിട്ടാണല്ലോ നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ പോണത്. അവനെയും കൊണ്ടുപോയിട്ടില്ല, നമ്മളും പോയിട്ടില്ലല്ലോ. അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഫസ്റ്റ് തന്നെ അവൻ ഇങ്ങനെ അത്ഭുതത്തോടെ അങ്ങനെ നോക്കി എല്ലാരും കണ്ടു. അത് കുറച്ചു നേരം കഴിയുമ്പോ മനസ്സിലായി ഇത് ഇവിടുന്ന് എനിക്കിനെ പരിപാടി കാണുന്നില്ലേ. വെച്ച് കഴിഞ്ഞു പോവാ പള്ളിയിൽ പോകുമ്പോ പറയണ പോലെ കഴിഞ്ഞു പോവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവൻ ഏകദേശം സിനിമ കഴിയാറായപ്പോഴാണ് അത് ഉറങ്ങിയല്ലേ. സിനിമ കഴിയാറായില്ലേ. അത്ര നേരം അങ്ങനെ നോക്കിയിരുന്നു. കുറച്ചു നേരം ഡാൻസ് കളിച്ചു, കൈകൊട്ടി, എല്ലാവരും കൈകൊട്ടി വെച്ചെടുക്കുമ്പോ ഇവനും കൈകൊട്ടി. അങ്ങനെ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ ചെറുതായിട്ട് ഉറങ്ങി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എനിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ആർക്കും എന്നിട്ട് പറയാം ഡ്രസ്സ് മാറാൻ പറ്റാത്ത അവസ്ഥ. അതെന്ത് ചെയ്ത് താഴ്ത്തിറങ്ങില്ല. പിന്നെ അവനൊരു വിധത്തിൽ ഞാൻ ഒതുക്കി കിടത്തി. അവൻ കിടന്നുറങ്ങി. അബുറാണെങ്കിൽ പിന്നെ കളി തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ പോന്നു. കുഴപ്പമൊന്നും വിചാരിച്ച അത്ര അലമ്പുണ്ടായില്ല. അങ്ങനെയായിരുന്നു. അതെ, ഞാൻ തലയിൽ മുണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതേ എന്റെ ടൂള് അരിവാള് ഞങ്ങളിതേ പോയി സക്സസ്ഫുള്ളി ഒരു ചക്ക ഇട്ടുണ്ടോ, മൂത്ത ചക്ക. അങ്ങനെ ചക്കയുടെ ഒരു ചക്ക കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ചക്ക ഇടണം. വീട്ടിക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ചക്കയ്ക്ക് 3 അപ്പൊ അവിടെ അടുത്തുള്ള ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു ചക്ക വറുക്കണ വീഡിയോ കണ്ടിട്ടേ നല്ല കറുമുറ് വറുത്തതെന്ന് പറഞ്ഞ് ചക്ക വേണമെന്ന്. അപ്പൊ ഒരു ചക്ക ആൾക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ചക്കകൾ ഇവരിടും. ഞാൻ ഈ ദൗത്യം അവർക്ക് കൈമാറാണ്, വേറെ ഒന്നുമില്ല. അത് കഴിയുമ്പോൾ നമ്മള് ചക്കയിടലും പിള്ളേരെ കുളിപ്പിക്കലും കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റാൻഡ് വിടണം. ഇവിടുന്നു
കിട്ടു എത്ര ചക്ക കിട്ടുവോ? 6 അതേ ഇരിക്കുന്നു നമ്മുടെ ചക്കകൾ. 1 2 3 4 ട്വിൻസ് ചക്ക ഉണ്ടായില്. ചു അതാർക്കാതെ കൊണ്ടോണ ചക്ക എന്റെ ചക്കയാ പൊടോളത് നിന്നോട് കൊതുക് കടിച്ചില്ലേ? ചക്ക വറുത്ത് തന്നയക്കാൻ പറഞ്ഞോളൂട്ടാ. മാമിക്ക് വറക്കാൻ പറ്റുള്ള തന്നയക്കാൻ ഇന്ന് രാവിലെ നമുക്ക് എന്താ കറി ആയിരുന്നറിയോ? മത്തങ്ങയും പയറും. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മത്തങ്ങയും പയറും. കണ്ടോ മത്തങ്ങയും പയറും വെച്ചിട്ടുണ്ടായി. പിന്നെ മീൻ വറുത്തുണ്ടായി. ഏകദേശം ചോറുകളൊക്കെ കഴിഞ്ഞപ്പോ കറിയും കഴിഞ്ഞു, മീൻ വറുത്തതും കഴിഞ്ഞു. അമ്മച്ചി ചോറുണ്ടാ? അമ്മച്ചി ചോറുണ്ടാണ്ടിരിക്കും. എന്നിട്ട് കുറച്ചേരം കഴിയുമ്പോ പറയും എനിക്ക് ദേഹം വിറയ്ക്കണം. അത് രാവിലെ ഓർത്ത് കഴിക്കാറുണ്ടല്ലോ. അതന്നെ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാ ഷുഗറിന്റെ പ്രശ്നമുള്ള കാരണേ കുറച്ചേരം കഴിയുമ്പോഴേക്കും ദേഹം വിറയ്ക്കും. പിന്നെ വേറെ സാധനം ഇടതേ മാങ്ങക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചമ്പുളി ഇത് മറ്റേ ദുഃഖവെള്ളിയാഴ്ച അമ്മച്ചി ഉണ്ടാക്കി വെച്ചതാ. ഇഞ്ചമ്പുളി ഉണ്ടാക്കിയത് കേടാവില്ലല്ലോ. അപ്പൊ അതെടുത്തു. നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ചക്കയിടൽ പരിപാടികളും കഴിഞ്ഞു. അപ്പൊ നമ്മളിനി നേരെ ബാക്ക് ടു വരന്തലപ്പള്ളി അല്ല ബ്രോ. കൈ കോട്ടി ആന്റിമാർക്ക് ടാറ്റ ടാറ്റ. വന്നാ ചേട്ടൻ അവിടെ എന്താ പറയാ ദീർഘമായ ഇതിലാണ് TV കാണലില്. സ്പൈഡർമാന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇത്ര നേരം രാവിലെ എനിക്കിപ്പോ തുടങ്ങി. അപ്പാ വണ്ടി കഴുകുക ചക്കയുടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കഴുകലാണ്. അത് അവന് ഇന്നലെ തുടങ്ങിയതാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എനിക്കിപ്പോ തുടങ്ങി അവന്റെ വണ്ടി പരിപാടി, ചക്കയുടെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആള് ആശ്വാസമായി അവിടെ ഇരിക്കുന്നുണ്ട്. അവന്റെ സാധനങ്ങളൊക്കെ അവനെടുത്തോണ്ട് പോവാ. നിന്നോട് പോണ്ട. നീ ഇവിടെ നിന്നോ. അമ്മക്ക് എന്നും അവരെ മറക്കലുണ്ട്. ബാഗായിട്ടും സ്വർണ്ണായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാമ്പാ അതിന് പിന്നെ സ്വർണ്ണപ്പെട്ടി ഷാമ്പു എടുത്തുന്നോ? തുണികൾ മുറ്റത്തൊക്കെ. ഷാമ്പു മുട്ടിയാ? ആര് മുട്ടി? അച്ചിയെ. തീറ്റ കൊടുക്കണ നോക്കണേ നന്ദിയില്ലാന്ന് അത് പറയുമ്പോ ഡാഡിട്ടല്ല മമ്മിട്ടും മമ്മിട്ടല്ല ഡാഡിട്ടും. നോക്കട്ടെ ഫ്രീക്കണ് നോക്കട്ടെ കാണിച്ചേ. ഫ്രീക്കൻ ഇറങ്ങി. ഫ്രീക്ക് ഇറങ്ങാ. ഇങ്ങനെ തിരിയാ ചിരിക്കി. സ്മൈൽ. എന്റെ വളയൊന്നല്ലത് അവിടെ നോക്കി. വിളിക്ക് ഇറങ്ങാണ്. ടാറ്റ കൊച്ചു ടാറ്റ കൊടുത്ത് തുടങ്ങി. ടാറ്റ അപ്പൊരു ടാറ്റ. അപ്പ പോണു. അതെന്തേ അപ്പ വണ്ടി തിരിക്കാൻ പോവാന്നതേ. നോക്കി ഇവിടുന്ന് ചേട്ടനൊക്കെ ചേട്ടനുണ്ട് എടുത്ത്. ഓനാരവില്ല നോക്ക്. നേരത്തെ അപ്പം കസ വണ്ടിയിലിരുത്തി. പാമ്പസ് കവർ ഇതാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മറന്നത്. ആരുടെ കൂടെ പോണേ? അപ്പം മഞ്ഞില്ലല്ലേ? മഞ്ഞുമല പോലെ സ്നേഹിനെ താഴ്ത്തിക്ക് വെക്കാറുന്നില്ലടാ കവറ്. ഓക്കെ ബൈ കൊടുക്കാം മാമയ്ക്ക്. അങ്ങോട്ട് ചെന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്ക്. അമ്മാവ അപ്പുറത്തേക്ക് അമ്മാവ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ വന്തലപ്പിള്ളിക്ക് വേണ്ടിട്ട്. അല്ലെങ്കിൽ അപ്പുരൂരെ ഇവിടെ കൊടുക്കാം. എന്തിട്ട് സാധനം കള്ളന്മാര് വരുന്ന പറഞ്ഞേ അവിടെയിരിക്കുന്നേ മുങ്ങിക്കോല്. അപ്പുറത്തില്ലേ ടാറ്റ എടുത്തില്ല.
അപ്പുറൂന് മേടിക്കാൻ പറഞ്ഞ അപ്പുവിന് തരാൻ പറഞ്ഞ വേണ്ട അമ്മ തരും. ഓ എന്റെ ദൈവം. അമ്മാവയ്ക്ക് കുഞ്ഞാബിരു കുഞ്ഞാബിരുണ്ട് നീയും കൊതിന് കിട്ടിയാ? കൊച്ചിന്നലെ വൈകുന്നേരം അങ്ങടെ പോയായിരുന്നേ. വാഴ നല്ലതാർന്നേ. അപ്പൊ കഴിഞ്ഞു പോവാ. വെറുതെ കാശ് കൊണ്ട് കളഞ്ഞല്ലേ വാഴ കടാൻ പോയി. ടാറ്റാ. അവിടെ ഉമ്മ അവിടെ കൊണ്ടുപോയ നീയാണ് പൊട്ട കുട്ടി. അപ്പൊ ഓക്കെ ബൈ ബൈ. ഇപ്പൊ നമ്മള് വരന്തരപ്പള്ളിയിലാണ് കേട്ടാ. കാടുറ്റിന്ന് പോന്നു, വരന്തരപ്പള്ളി എത്തി. പിന്നെന്താണ് എല്ലാരും വാശി പിടിച്ചു, ചോറുണ്ടതെല്ലായി, അങ്ങനെ ഉറങ്ങി. പിള്ളേരിട്ടാ ഞങ്ങളല്ല, അവര് വന്നപ്പോ വാശി പിടിച്ച് ഇതായി. അത് നമ്മള് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി 11:30 ആകുമ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പൊ നമ്മളിവിടെ എത്തുമ്പോ ഒരു 12 അപ്പൊ ചോറിന്റെ ടൈം ഇവര് വാശി പിടിക്കുന്ന സമയമാണ്. അതാണ് ആ സമയത്ത് ഭയങ്കര വാശിയും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നേരെ ചോറ് കൊടുക്കുക, അത് കിടന്നുറങ്ങുക. അതാണ് നമ്മുടെ ആ ഒരു ഇത്, അതിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ സമയം കറക്റ്റായി ആ ഒരു കൃത്യപ്പാടിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി. പിന്നെ എന്താ നമ്മള് രാത്രി സിനിമ കാണാൻ പോയി. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോയത് വാഴ 2 ആണ് കേട്ടോ. അല്ല, വാഴ 2 ഏതെങ്കിലും സിനിമ ഇതുവരെ കണ്ടിട്ടുണ്ടാ? ഏതെങ്കിലും സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടാ? കൊണ്ടുപോയിട്ടില്ല. നമ്മള് സിനിമയുടെ കാര്യം പറയുമ്പോ സിനിമയ്ക്ക് കൊണ്ടുപോയ കാര്യം അത് കൂടി പറയണ്ടേ? ഇപ്പൊ പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 4 വർഷം കണ്ടായി. 4 വർഷല്ലേ? അതുവരെ ഞങ്ങള് ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. എന്നിട്ട് സിനിമയ്ക്ക് പോയി 2 പിള്ളേരാവാൻ നിന്നു ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട്. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പറഞ്ഞോ സിനിമയെ കുറിച്ച്. വാഴ 2 കാണാനാണ് പോയത് കേട്ടോ. സംഭവം ഫസ്റ്റ് ഹാഫ് ചിരിയായിരുന്നു, ഫുള്ള് ചിരിയായിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ചിരി തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒക്കെ ചെറിയ ഇമോഷണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. ലാസ്റ്റ് ഭാഗം വന്നപ്പോ ഭയങ്കര എനിക്കൊക്കെ ശരിക്കും കരച്ചിൽ വന്നു. എന്താ പറയാ, ആ എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയായിരുന്നു ശരിക്കും തിയേറ്ററിൽ നിന്നിട്ട്. അത് ഇവളൊന്നും കണ്ടൊന്നുമില്ല, ഞാൻ ശരിക്കും കരഞ്ഞു. പിന്നെ പടം വെച്ച് നോക്കുമ്പോ എനിക്ക് വാഴ 2-നേക്കാളും ഇഷ്ടമായത് വാഴ 1 ആട്ടാ. പക്ഷെ 2 എന്ന് പറയുന്നത് എന്നിട്ടാണ് പറയാ, കുറച്ചും കൂടി എന്താ പറയാ ബന്ധങ്ങളുടെ ഒരു ലാസ്റ്റത്തെ ഇമോഷണൽ സീൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഫീലിംഗ് ഒന്നും. പിന്നെ തമാശയും അതായത് നമ്മുടെ പോലത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം UK പോയി കഴിഞ്ഞാൽ സ്വർഗമായിരിക്കുന്നു നമ്മൾ കുറെ ആൾക്കാർ പണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതെന്താന്നൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അല്ല, പനി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ, പടം നല്ല ഹിറ്റാണ്. കാരണം ഫാമിലീസിനായാലും ബാച്ചിലേഴ്സിനായാലും എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ പടമായിരുന്നു. അതുകൊണ്ട് അത് ഓക്കെയാണ്. പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായിട്ടും ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. കാരണം പറയാണ് സിനിമയ്ക്ക് പോവാൻ, എന്താ പറയാ, സിനിമയ്ക്ക് പോണ സമയം പോവാന്ന് ഇവളും പറഞ്ഞിട്ടില്ല, പോവാന്ന് ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. എന്നോട് പോവാന്ന് പറയണ്ടേ? കാരണം സൗദി അറേബ്യ പോയപ്പോ ഞങ്ങൾ ഫസ്റ്റ് പോയ സമയത്ത് തിയേറ്റർ ഉണ്ടാവുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അതായി പിന്നെ ആദ്യത്തിനെ കൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, അവിടെ അലൗഡല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെയും പോയില്ല. പിന്നെ ഇവിടെ വന്നപ്പോ ഇവള് ഇതായി. പിന്നെ അങ്ങനെ എന്തോ ഞങ്ങളുടെ ലൈഫിൽ ഓരോ ഇതായിട്ട് ഇങ്ങനെ അകന്ന് പോയി. അങ്ങനെ അവസാനം ഞങ്ങളൊരു ഒരുമിച്ച് 2 പിള്ളേരായിട്ടാണ് ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് സിനിമയ്ക്ക് അങ്ങനല്ല. ഞാൻ സിനിമയ്ക്ക് പോകാന്നുള്ള ഒരു ഇതുണ്ടാവില്ല. സിനിമയ്ക്ക് പോകണമെന്ന് അതിന്റെ തലേദിവസം ഞാൻ അങ്ങാടിക്ക് പോയപ്പോ ഞങ്ങളുടെ ഒരു ഡേവിസ് തിയേറ്റർ ഉണ്ട്, അവിടെ കുറെ ആൾക്കാരെ കണ്ടു. അപ്പൊ വാഴ 2 വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു സിനിമയ്ക്ക് പോവാം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇവള് പറഞ്ഞു നമുക്ക് പോവാം ഒരു സിനിമ. പിന്നെ ഇവരെ കൊണ്ട് പോയ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ആദ്യം കുറച്ചൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഉറങ്ങണ സമയത്താണ് നമ്മൾ കൊണ്ടുപോയേ. അതുകൊണ്ട് പിന്നെ അത്ര അലമ്പുണ്ടായില്ലേ, വിചാരിച്ച അത്ര അലമ്പുണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ സിനിമ കണ്ടു. ഞങ്ങളെ ജീവിതത്തില് ഇതുവരെ നടക്കാത്തൊരു സംഭവം നടത്തി. അങ്ങനെ പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവരും പോയി വാഴ 2 കാണാം.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.